മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ ദേശാഭിമാനി പത്രത്തിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. ദേശാഭിമാനി പത്ര സർക്കുലേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലേക്ക് നൽകുന്ന പത്രവിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ദേശാഭിമാനി പത്രം സ്കൂൾ ലീഡർ ആരുഷ് രാജീവിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സ്കൂളിനകത്തും നമ്മൾ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പഞ്ചായത്ത് തല പരിപാടിയാണ് മുച്ചിലോട് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. നമുക്കറിയാം, വായനയെ കൂടുതൽ അറിയാൻ പത്രങ്ങൾ എന്നും സ്കൂളിനകത്ത് വരുത്തുന്നുണ്ടാവും. പക്ഷേ കുട്ടികൾ അത്തരത്തിലേക്ക് ആ പത്രത്തെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ പത്രവായന ശീലിക്കുകയും ആ പത്രവായനയിലൂടെ ലോകത്തെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പോൾ എന്ത് തന്നെയായാലും പത്രം നോക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സിയുടെ ചിത്രം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ നെയ്മറിൻ്റെ ചിത്രം വരുന്നുണ്ടോ, റൊണാൾഡോൻ്റെ ചിത്രം വരുന്നുണ്ടോ എന്നെങ്കിലും നോക്കാൻ വേണ്ടി നിങ്ങൾ പത്രം മറിച്ച് നോക്കുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ലോകകാര്യങ്ങൾ, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഇപ്പോൾ ഇറാനും ഇറാഖും പോലുള്ള യുദ്ധങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ഒരു ക്വിസ് പരിപാടി വെച്ചാൽ എങ്ങനെ ഉപയോഗപ്രദമാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും വായനയിലേക്ക് കടക്കണം. അതിന് മുന്നോടിയായിട്ടാണ് പത്രവായന എല്ലാ സ്കൂളിനകത്തും ഇങ്ങനെ പരിചയപ്പെടുത്തുകയും വായനയെ പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശാഭിമാനിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളിലെ പത്രവിതരണം. അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കുട്ടികളുടെ വായനാശീലം ഈ മാസം വായനാ ദിനാചരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി എല്ലാ തരത്തിലും വിജയിപ്പിക്കാൻ എല്ലാ കുട്ടികളും ഇതിനോടൊപ്പം നിൽക്കണം. എല്ലാ സ്കൂൾ അധികൃതരും ഇതിനോടൊപ്പം നിൽക്കണം. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലകണ്ഠം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് പവാസ്, K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM ഇൻചാർജ് V സുമംഗല സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.